കൊല്ലത്ത് ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച മൺമതിൽ അപകടമാണെന്ന് തിരിച്ചറിഞ്ഞതോടെ പൊളിച്ചു നീക്കുന്നു. 40 അടിയോളം ഉയരത്തിൽ നിർമ്മിച്ച പാതയാണ് പലയിടത്തും പൊളിച്ചു നീക്കുന്നത്. കെട്ടുന്നു, പൊളിക്കുന്നു, കെട്ടുന്നു, പൊളിക്കുന്നു. ഇതിന്റെ പണം ആരുടേതാണ് എന്ന് ജനങ്ങൾ ചിന്തിക്കുക. സംസ്ഥാനത്ത് ദേശീയപാത നിർമ്മാണം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴാണ് ഉയരപാതകൾ ആശങ്കകളായി മാറുന്നത്. പ്രാദേശികമായ ജനങ്ങളുടെ അഭിപ്രായമോ പ്രാദേശികമായ മണ്ണിന്റെ ഘടനയോ മനസ്സിലാക്കാതെയാണ് ഉയരപാതകളുടെ നിർമ്മാണമെന്നാണ് നിലവിൽ ഉയരുന്ന ആക്ഷേപം. പ്രാദേശികമായ പ്രത്യേകത പരിഗണിക്കാതെയും മണ്ണിന്റെ ഘടന കാര്യമായി പരിശോധിക്കാതെയും നിർമ്മാണം നടത്തിയതാണ് പണി പൂർത്തിയാകാറായപ്പോൾ ദേശീയപാത പൊളിച്ചു പണിയാൻ ഇടയാക്കുന്നത്. കൊല്ലത്തെ ചതുപ്പ് മേഖലകളിലും സ്ഥലങ്ങളിലും കലുങ്കുകൾക്ക് മുകളിലാണ് 40 അടി വരെ ഉയരത്തിൽ പാതകൾ നിർമ്മിച്ചത്. അടുത്ത 50-100 വർഷത്തേക്ക് വരുന്ന ഒരു പുരോഗമനപരമായ ജോലി ഇത്തരം നിസ്സാരമായ രീതിയിൽ കണ്ടുകൊണ്ട് യാതൊരു പ്രായോഗിക എഞ്ചിനീയറിംഗ് പഠനങ്ങളുമില്ലാതെ ഒരു നിർമ്മിതിയാണ് ഇപ്പം നമ്മുടെ മുന്നിൽ ഈ കാണുന്ന മതില്. ഈ മതില് ഇവിടുത്തെ ഭൂമിശാസ്ത്രം അനുസരിച്ച് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ ആ സമരത്തിൽ ഞങ്ങളുടെ വിഷയത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഞങ്ങൾക്ക് എലിവേറ്റഡ് ഹൈവേ തന്നെ വേണം. എന്തായാലും അതിന്റെ പ്രാഥമിക നടപടി എന്ന രീതിയിൽ ഒരു സോയിൽ ടെസ്റ്റിനായിട്ട് വിദഗ്ധർ വന്നിട്ടുണ്ട്. വൈഡക്ട് നിർമ്മിക്കാൻ അനുമതി തേടിയിട്ടുള്ള സ്ഥലങ്ങളായ അയത്തിൽ, മേവറം, മൈലക്കാട് എന്നിവിടങ്ങൾ ചതുപ്പ് സ്ഥലമാണ്. മേവറത്തും മൈലക്കാടും റോഡിന് കുറുകെ തോടൊഴുകുന്നുണ്ട്. അയത്തിൽ ജംഗ്ഷനിലും മണ്ണിട്ടുയർത്തി റോഡിനോട് ചേർന്നാണ് തോട്. കൊട്ടിയം, പറക്കുളവും ചതുപ്പ് മേഖലയാണ്. ഇതൊന്നും പരിഗണിക്കാതെയായിരുന്നു നിർമ്മാണം. ഓരോ മീറ്റർ ഉയരത്തുമ്പോഴും അതിന്റെ ഷിയർ സ്ട്രെങ്ത് ഉൾപ്പെടെ ഒട്ടനവധി ടെസ്റ്റുകൾ നടത്തേണ്ടതുണ്ട്. അത് യാതൊരു ടെസ്റ്റുകളും നാളിതുവരെ നടത്താതെയാണ് ഈ നിർമ്മിതികൾ ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല, ഈ കൊട്ടിയം ജംഗ്ഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൊട്ടിയത്ത് നിന്ന് കിഴക്കോട്ട് ഇത്തിക്കര, മൈലക്കാട് ഭാഗത്തേക്കും പറക്കുളം ഭാഗത്തേക്കും ചരിവാണ്. ഇവിടെ പെയ്യുന്ന മഴ മുൻപ് അതാത് സ്ഥലങ്ങളിൽ താന്ന് കിനിഞ്ഞാണ് ഈ തോടുകളിൽ എത്തിയിരുന്നത്. 20 ലക്ഷം ലിറ്റർ വെള്ളത്തിലധികം വന്ന് ഒഴുകിയെത്തും. ഈ വെള്ളം ഒഴുകിപ്പോകാനുള്ള ഓട പൂർണ്ണമായും ഏതാണ്ട് ഒരു ചെറിയ ഓട മാത്രം നിർത്തിക്കൊണ്ട് അടച്ചു വെച്ചിട്ടാണ് ഇവർ ഈ നിർമ്മിതികൾ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ശക്തമായിട്ട് ഇത് വയഡക്റ്റ് തന്നെ ആകണമെന്ന് ആവശ്യപ്പെടുന്നത്. ചതുപ്പ് മേഖലയിലൂടെയാണ് അയത്തിൽ മേവറം ബൈപ്പാസ് റോഡ്. നിർമ്മാണത്തിനിടയിൽ ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിൽ റോഡ് തകർന്നു. കല്ലുംതാഴത്ത് 2 തവണ സർവീസ് റോഡ് ഇടിഞ്ഞു. മങ്ങാട്, പാലത്തറ എന്നിവിടങ്ങളിലും റോഡ് തകർന്നു. കൊട്ടിയം, പറക്കുളത്ത് ടാർ ചെയ്ത ഭാഗം 200 മീറ്റർ നീളത്തിൽ വിണ്ടുകേറി. ടാർ ചെയ്ത് പിന്നീടത് അടയ്ക്കുകയാണ് ചെയ്തത്. ചാത്തന്നൂരിലും ടാർ ചെയ്ത ഭാഗത്ത് വിള്ളൽ കണ്ടെത്തിയിരുന്നു. പല ഏരിയകളിലും സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിരാഹാര സമരങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വരുന്ന 13-ാം തീയതി, ജനുവരി 13-ാം തീയതി ഞങ്ങൾ ഉമേനല്ലൂർ മുതൽ മൈലക്കാട് വരെ ശക്തമായ മനുഷ്യച്ചങ്ങല തീർത്തുകൊണ്ട് ആയിരക്കണക്കിന് ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയൊരു മനുഷ്യച്ചങ്ങല തീർക്കാൻ വേണ്ടി പരിപാടി ഇട്ടിരിക്കുകയാണ്. ഇതിലൊന്നും തീരുന്നില്ലെങ്കിൽ ഹർത്താൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് സംയുക്ത സമരസമിതി മാറുകയാണ്. ഇവിടെ പേടിച്ച് ഇനിയും ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ സാധ്യമല്ല. ഇത് ആരെയും അട്ടിമറിക്കാനൊന്നുമല്ല ഈ സമരം, അല്ലെങ്കിൽ ആരുടെ അടുത്ത് പകയ്ക്ക് വേണ്ടിയിട്ടല്ല ഈ സമരം ഞങ്ങൾ ഇവിടെ നടത്തുന്നത്. ഞങ്ങൾക്ക് വേണ്ടത് ഇവിടെ സഞ്ചാര സ്വാതന്ത്ര്യം വേണം. പൊട്ടിയ ഭാഗം സിമന്റ് തേച്ചടക്കുകയാണ് പലയിടവും ചെയ്യുന്നത്. പലയിടത്തും നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിലാണ് കൂറ്റൻ മതിൽപാത പൊളിച്ചു നീക്കേണ്ടി വരുന്നത്. മൈലക്കാട് ദേശീയപാത തകർന്ന ശേഷം ജനങ്ങൾ ഭീതിയോടെയാണ് ഉയരപ്പാതയുടെ ഭാഗങ്ങളിലെ സർവീസ് റോഡിലൂടെ സഞ്ചരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അപകടമുണ്ടായ അയത്തിൽ, പറക്കുളം എന്നിവിടങ്ങളിൽ കളക്ടർ എൻ ദേവിദാസും ദേശീയപാത അതോറിറ്റി തിരുവനന്തപുരം ഡെപ്യൂട്ടി ഡയറക്ടർ വെങ്കടേഷ് പ്രസാദും സന്ദർശനം നടത്തി. മേവറത്ത് വൈഡക്ട് നിർമ്മിക്കുമെങ്കിലും ആശങ്കയാകുന്നത് പറക്കുളവും കടവൂരുമാണ്. മണ്ണിട്ടുയർത്തിയ ഉയരപ്പാതയിലൂടെ വാഹന ഗതാഗതം തുടങ്ങുന്നതിന് മുമ്പ് തന്നെയാണ് പലയിടത്തും അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് വാഹന ഗതാഗതം ആരംഭിച്ചു കഴിഞ്ഞാൽ എന്താകും സ്ഥിതി എന്ന ആശങ്കയിലാണ് ഉയരപ്പാതയുടെ സമീപത്ത് താമസിക്കുന്നവരും കടക്കാരും. കൊല്ലത്ത് ആറരുൺ രാജ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.